നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടോ ജൂൺ 8-ാം തീയതി കരുണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യന്റിന്റെ, അതായത് നമ്മുടെ ശ്യാമ മോൾക്ക് അബോർഷനായി പോയിന്ന സാറേ മെഡിക്കൽ റിപ്പോർട്ട്. ഇവിടെ കള്ളം പറയുന്നതാവും. ശ്യാമ എന്തിനാ അങ്ങനെയാണോ പറയുന്നത്? അത് അവളോടല്ലേ അങ്കിളെ ചോദിക്കണ്ടേ. ഞാനെന്തിനാ ശ്യാമയെ കുറിച്ച് ഇവിടെ വന്ന് അങ്ങനെ ഒരു കള്ളം പറയേണ്ടത്? ഇനിയിപ്പൊ കള്ളാണെങ്കി ഞാനല്ല, ഈ മെഡിക്കൽ റിപ്പോർട്ടാ അത് പറയുന്നേ. ഇവിടെ എന്ത് വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കും? നിനക്കറിയാവുന്നല്ലേ ഇവിടെ? അങ്കിള് പിന്നെ ഇതെന്താ? നേരത്തെ ഞാൻ ശാലിനിയുടെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊക്കെ എന്നെ സംശയമായിരുന്നല്ലോ. എന്നിട്ട് പ്രഗ്നന്റ് അല്ലാന്ന് അവള് തന്നെ സമ്മതിച്ചു തന്നില്ലേ? എനിക്ക് തോന്നുന്നത് കാര്യലാഭത്തിന് വേണ്ടി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ശാരദാമ്മയുടെ മക്കളുടെ ഒരു ശീലമാണെന്നാ. ഒരാൾക്ക് സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോവാനാണെങ്കിൽ മറ്റൊരാൾക്ക് സ്വത്ത് തട്ടിയെടുക്കലാവും ലക്ഷ്യം. വേണ്ടാത്ത പറയില്ല. നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങളെ വെറുതെ തർക്കിച്ച് ഊർജം കളയുന്നത്? ഇതിപ്പോ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു ഡോക്ടർ ശ്യാമയെ പരിശോധിച്ചാ വിവരം അറിയാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ പരിശോധിക്കുന്നത് കരുണ ഹോസ്പിറ്റലിലെ ഡോക്ടർ ധന്യ ആവരുത്. ധന്യാന്ന് മാത്രമല്ല, ഒരു ഡോക്ടറും വേണ്ട. അഡ്മിറ്റ് ആയ പേഷ്യന്റിന് അബോർഷനായി എന്ന് പറഞ്ഞത് കേട്ടത് ഞങ്ങളാ. പിന്നെ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് ആ ഡോക്ടർ കള്ളം പറഞ്ഞ എന്തിനാന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവാത്തെ. എന്തോ കള്ളക്കളിയുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിന് ശാലിനിയുടെ ശാരദാമ്മയുടെ ഒത്താശയുണ്ട്. ആമാന്റെ അങ്ങനെ മണ്ടിയാക്കണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവർക്കാർക്കും പരിചയമില്ലാത്ത വേറെ ഡോക്ടർ മതി ആന്റി. അല്ല, നീ എന്താ ശ്യാമയെ അവിശ്വസിക്കുവാണോ? അവളുടെ ചേച്ചിയെ രാഘവേട്ട എന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത്. അതേ രക്തം തന്നെയാണോ ശ്യാമയുടെയും ഞരമ്പിലൂടെ ഓടുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി ഇതുപോലത്തെ ഡ്രസ് ഇട്ടോണ്ട് എന്റെ വീട്ടിലേക്ക് വരരുതെന്ന്. ഞാൻ തന്നെ കാണാൻ വന്നതല്ല, ആന്റിയും ജ്യോതിയും കാണാൻ വന്നതാ. ആരെ കാണാനായാലും ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കില്ല. പോ നോക്ക്. പോ 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 പോ. അല്ല, താനെന്താ വല്ല കാട്ടുജാതിയാണോ? ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ താൻ? പെണ്ണുങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല. ഓ, നിന്നെ പോലെ ഒരു അയൽക്കാരി ഉണ്ടാവുന്ന തന്നെ
മാന്യതയുള്ളൊരു കുടുംബത്തിന് നാണക്കേടാടി. മോഡലിംഗിന്റെ പേരും പറഞ്ഞ് നിന്റെ താവളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നേ എനിക്കറിയാം. ലുക്ക്, എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഓഹോ, താൻ എന്താ കരുതിയിരിക്കുന്നത്? വേൾഡ് ഫേമസ് സെലിബ്രിറ്റീസ് എത്ര പേരുണ്ടെന്ന് അറിയോ? മോഡൽസ്. അവരുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കാൻ പറ്റുമോ തനിക്ക്? അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരുത്തിയെ കാണാൻ എനിക്ക് താല്പര്യമില്ലടി. ലോക്കൽ ആയാലും സെലിബ്രിറ്റി ആയാലും പെണ്ണുങ്ങൾക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അതിന് പുറത്തു പോകുന്നവരെയൊന്നും എനിക്ക് ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഏത് കൊടി കുത്തിയ മേനകയായാലും സാറയാണേലും. എന്താ രണ്ടാളും കൂടി ഒരു പ്രശ്നം? എന്താ മോനെ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മേ. ഇന്നമ്മയ്ക്ക് നാരായണ പൂജയല്ലേ? അതെ. അപ്പൊ ഒരു സാരിയോ സെറ്റുമുണ്ടോ എടുത്ത് വന്നാ പോരായിരുന്നോന്ന് ഞാൻ അവളോട് ചോദിക്കായിരുന്നു. അങ്ങനെയൊന്നും അല്ല ആന്റി. മോനെ, ഈ വേഷത്തിന് ഒരു കുഴപ്പമില്ല. എന്നാലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്റെ പൂജാകാര്യങ്ങളിലൊക്കെ ഇവന് വല്ലാത്ത ശ്രദ്ധയാ. വാ മോളെ. പോടാ. ആ വിശ്വംഭര, താനെന്താ എന്റെ ബൗണ്ടറിയില്? എന്ത് ബൗണ്ടറിയാടോ ഈ മാട്രിമോണി സൈറ്റുകാര് കാരണം കഞ്ഞികുടി മുട്ടറ മട്ട. ഒരു ചായ. പുതിയ പിള്ളേർക്കാണെങ്കിൽ കല്യാണത്തിലെ വിശ്വാസമില്ല. ഇനി ഈ പ്രായത്തില് വേറെ എന്ത് പണി കണ്ടുപിടിക്കാനാ? അത് ശരിയാ. ആ, കൊള്ളാവുന്ന വീട്ടിൽ ഒരു ചെറുക്കനുണ്ട്. ആ, അച്ഛൻ മിലിറ്ററിയിലാ, പയ്യന് ബിസിനസ്സാ. ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ. പറ്റിയ പെമ്പിള്ളേര് ആരേലും ഉണ്ടോ? നമ്മള് കണ്ട സമയം കൊള്ളാലോ വെറുതാ. പറ്റുമെന്ന് ഇപ്പൊ കയ്യിൽ വന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, ആരുടെയും കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. തോന്നിയ പാടെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അതിന്റെ പുറകെ വീണ്ടും വീണ്ടും പോയി നാണം കെട്ടുകൊണ്ടിരിക്കുക. അവിടെ എവിടെയാന്ന് വെച്ചാ പോട്ടെ. അവൾ എവിടെയും പോകില്ല. നീ സമാധാനമായിരിക്കേ. എനിക്ക് മോളെ, അമ്മ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ പോവല്ലേ? അമ്മ മാറി. എനിക്ക് പോണം, പോയേ പറ്റൂ. അമ്മ എന്നെ തടയാൻ നിൽക്കണ്ട. മോളെ വിഷമിക്കണ്ട മോളെ. സന്ധ്യമങ്ങളുടെ അടുത്തേക്ക് ആന്റി പോകുന്ന. ആന്റി ഇനി തിരിച്ചിങ്ങോട്ട് വന്നെന്ന് വരില്ല.
മോളെ അതിന് ഞാൻ പറയുന്ന കേക്ക്. മോളെ മോളെ അതിന് ഞാൻ പോകുന്നത് ഇതെന്റെ കഴുത്തി കെട്ടി തന്ന ആളുടെ അടുത്തേക്കാ. എന്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് തന്ന ആളുടെ അടുത്തേക്ക്. മോളെ പോവല്ലേടാ. ആരും എന്റെ പുറകെ വരണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണാ ഞാൻ. ഇതുവരെ മറ്റുള്ളവര് പറയുന്നത് കേട്ടും പേടിച്ചും ബഹുമാനിച്ചും നിന്നു ഞാൻ. ഇനി എനിക്കറിയാം എന്ത് വേണോന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ തള്ള പിന്നെയും വന്നിട്ടുണ്ട്. ആര്? ജാനകിയമ്മ. എന്റെ നാത്തൂനെ തല്ലിയിട്ട് പോയ അവരെ ഈ വീടിനകത്ത് കാല് കുത്താൻ സമ്മതിക്കരുത് നാത്തൂനെ. കൈലാസം വീട്ടിലെ ദേവയാനി ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ആരിത്? ജാനകിയമ്മയോ? ആ, എന്റെ മോളെ ഇവിടെ ഒരാൾ കല്യാണം കഴിച്ച ശേഷം ഒരു വിവരവും ഇല്ലല്ലോ. അവൾക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതം എന്നൊന്ന് അറിയാൻ വന്നതാ. അവർക്കെന്താ ജീവിതത്തിന് കുഴപ്പം? പരമസുഖമല്ലേ. ഇത്രയും ഭാഗ്യം അങ്ങനെ പെട്ടെന്ന് ആർക്കും കിട്ടുന്ന ഒന്നല്ലല്ലോ. ജാനകിയമ്മ ഗംഗയെ മാത്രമായിട്ട് കാണാൻ വന്നാണെങ്കിൽ കുറച്ച് സമയം കാത്തു നിൽക്കണം. ഗംഗ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിരിക്കുക. ഉടനെ വരും. അതുവരെ കുറച്ച് സമയം മുറിയിൽ പോയി വിശ്രമിച്ചോളൂ. സീമയോട് ചായ കൊണ്ടുവരാൻ ഞാൻ പറയാം. നാത്തൂന് എന്തിനാ തള്ളെ സ്വീകരിച്ച് അകത്ത് കയറ്റിയേ? വന്ന വഴി തന്നെ അവരെ അവമാനിച്ച് ആട്ടി ഇറക്കി വിടേണ്ടതല്ലായിരുന്നോ? ഞാനൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഹൈമാവതിക്ക് അറിയാവല്ലോ. ജാനകിയമ്മ ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ അത് ഗംഗ അറിയും, മഹിയും അറിയും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ജാനകിയമ്മയായിരിക്കും. മഹിക്ക് അവരുടെ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് തോന്നിയ അവൻ ചിലപ്പോ അവരിവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കും. അല്ലെങ്കിൽ അവൻ ചിലപ്പോ തറവാട്ടിൽ പോയി ഗംഗയ്ക്ക് വേണ്ടി താമസിക്കാന്ന് പറയും. ഇതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഞാൻ അവരെ ഒന്നും പറയാതെ സ്വീകരിച്ചത്. അതൊന്നും ഓർത്ത് നാത്തും ഭയക്കണ്ട. ഗംഗയുടെ കാര്യം ഇന്നത്തോടെ കഴിയില്ലേ? ആ നകുലും അവന്റെ ആൾക്കാരും ചേർന്ന് ഇന്ന് ഗംഗയെ കടത്തിക്കൊണ്ടുപോകും. അതോടെ ആ ശല്യം തീരും. അതും ശരിയാണ്. എന്നാലും ഇന്നത് സംഭവിച്ച ജാനകിയമ്മയുടെ കണ്ണുനീര് വീഴുന്നത് ഇന്ന് തന്നെ കാണാം. ഗംഗയെ രക്ഷിക്കാൻ പറഞ്ഞ് അവരെന്റെ കാലിൽ വീഴും. അപ്പൊ അവരറിയും ഞാൻ ആരാണെന്ന്. ശരിയാ. അത് സംഭവിക്കണമെങ്കിൽ അവര് പോകാതിരിക്കണം. അപ്പോ തൽക്കാലം ഇവിടെ നിക്കട്ടെ അല്ലേ? അതെ. എന്റെ നാത്തൂനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവര് തല്ലിയ. അപ്പൊ അവര് നാത്തൂന്റെ കാല് പിടിക്കുന്നതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആയിരിക്കണം. അത് കൺകുളിർക്കെ എനിക്കും കാണണം.
ആ ഗംഗയെ അവനൊന്ന് വേഗം തട്ടിക്കൊണ്ട് പോയാ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുട്ടിയൊന്നും നിന്നേ. ഇതെന്താ ഇങ്ങനെയാണോ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നത്? അത് പുറത്ത് കളിക്കുന്ന കുട്ടികള് ബോൾ ചെളിവെള്ളത്തിലേക്ക് അടിച്ചിട്ടപ്പോ തെറിച്ച് വീണതാ. ഇത് അശുദ്ധിയാണ്. ഈ വേഷത്തിൽ തൊഴരുത്. ഇത് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് വന്നാ മതിയോ തിരുമേനി? അതിപ്പോ നന്നായി കഴുകാതെ വൃത്തിയാവില്ലല്ലോ. അപ്പോ തൊഴാതെ തിരികെ പോയി വേറെ ഡ്രസ് ഇട്ടിട്ട് വരണോ? വേണ്ട, വഴിയുണ്ടാക്കാം. ഇതുവരെ വന്നിട്ട് ഭഗവാനെ തൊഴാതെ പോകുന്നത് കഷ്ടമല്ലേ? അങ്ങനൊരവസ്ഥ വരണ്ട. ലീലേച്ചി, ഒന്നിങ്ങ് വരൂ. ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ ആകെ അഴുക്ക് വീണിരിക്കുന്നു. ഒന്ന് മാറിയെടുക്കാൻ ലേലത്തിൽ വെക്കാറുള്ള സാരികളിൽ നിന്ന് ഒന്നെടുത്തു കൊടുക്കുക. ശരി തിരുമേനി. ഭഗവതിക്ക് ഓരോരുത്തരും സമർപ്പിക്കുന്ന സാരിയാണ്. അത് ലേലത്തിൽ വിൽക്കുക പതിവ്. അതിൽ നിന്ന് ഒരെണ്ണം ലീലേച്ചി എടുത്തു തരും. അതെടുത്ത് തൊഴുതോളൂ. ശരി തിരുമേനി. നകുൽ സാർ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നല്ലേ? നകുൽ സാറിന് ആരെങ്കിലും കണ്ട പ്രശ്നമാവും, പിടിക്കപ്പെടും. അതാ സാർ വരാത്തത്. മഞ്ഞ സാരി എടുത്ത പെണ്ണെന്നല്ലേ പറഞ്ഞത്? അതെ. ഒരുപാട് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും വരില്ല. ഇവിടെ ഇന്ന് ഉത്സവം സമ്മേളനമൊന്നുമില്ല. ആണോ? കുറച്ചു പേരെ ഉണ്ടാവും. അതിൽ നിന്നൊരു മഞ്ഞ സാരി കണ്ടുപിടിക്കാനേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വാ, പോയി നോക്കാം. ഇതാ സാരി. ഗംഗ ഒരു യെല്ലോ സാരിയാ ഉടുത്തിരിക്കുന്നത്. അയ്യോ, ഇതെന്താ മഞ്ഞ സാരി? വേറെ കളറില്ലേ? ഇല്ല, മഞ്ഞയ്ക്ക് എന്താ കുഴപ്പം? ഈ കുട്ടി ഉടുത്തിരിക്കുന്നത് മഞ്ഞ സാരിയല്ലേ? അയ്യോ, അത് തന്നെയാ കുഴപ്പമൊന്നും ഇവരോട് പറയാനും പറ്റില്ലല്ലോ. അതെന്താന്നറിയില്ല, എനിക്ക് മഞ്ഞ സാരി തീരെ ഇഷ്ടമല്ല. വേറെ ഏത് കളറായാലും കുഴപ്പമില്ല. വേറൊരു സാരി തരാവോ? ഇന്നലത്തെ ലേലത്തിലെല്ലാം കൊടുത്തു. ഇത് ഇന്നലെ അവിടെ മറന്നു വെച്ചതോ കാണാതിരുന്നതോ മറ്റോ ആണ്. കുട്ടിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് കിട്ടിയതാ. വേറെ ഇല്ല, ഇത് ഉടുത്തോളൂ. 5 മിനിറ്റിന്റെ കാര്യമല്ല ശ്രേയച്ചി, തൊഴുതിട്ട് ഇറങ്ങുമ്പോ മാറാലോ. ശ്രേയച്ചി തൽക്കാലം ഇത് ഉടുക്ക്. അതെ, കുട്ടിക്ക് തൊഴുതാൽ മാത്രം പോരെ. ചെല്ലു, ദാ ഇവിടെ ചെന്ന് ഡ്രസ്സ് മാറിക്കോളൂ. വേറെ ശ്രേയച്ചി, വേഗം സാരി മാറാം. ഞാൻ ഉടുത്തോളാം, നീ പോയി തൊഴുതോ. ശരി. കാണുന്നില്ല. ആ ഗുണ്ടകൾ എങ്ങനെ എന്നെ ഈ വേഷത്തിൽ കണ്ട പൊക്കിക്കൊണ്ട് പോവും. അവര് കാണാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പച്ചിക്ക് ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ അത് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലല്ലോ. അത് നടക്കട്ടെ, നമുക്കെന്താ? അതാ പ്രശ്നം. ഇവിടെ ഉള്ളവരെല്ലാവരും ഇതൊരു സാധാ വിവാഹമായ കാണുന്നേ. നമുക്കെന്താ കാര്യം? അത് നടക്കട്ടെ എന്നാ ഇവിടെ ഉള്ളവർ ചിന്തിക്കുന്നേ. പക്ഷെ എനിക്കിത് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതെന്താ ദിനേശേട്ടൻ അങ്ങനെ പറയുന്നേ? നിങ്ങൾ എല്ലാവരും ശുദ്ധഗതിക്കാരാ. അതാ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢലക്ഷ്യം അറിയാത്തത്. കവിതയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു.
ഇപ്പൊ അത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു. അല്ലാതെ എന്ത് ലക്ഷ്യം അവർക്കുള്ളത്? സത്യം പറഞ്ഞാൽ ഗൗതമും കവിതയും ഒരിക്കൽ വിവാഹിതരായവരാ. വീണ്ടും പെട്ടെന്ന് 4 ആൾ അറിയ ഒരു വിവാഹം. അവന് പിന്നിൽ ഒരു ലക്ഷ്യം കാണില്ലേ? പ്രത്യേകിച്ചും കവിതയാകുമ്പോ അങ്ങനെ ഒരു ഗൂഢലക്ഷ്യമില്ലാതെ ഒന്നും ചെയ്യില്ല. അത് ശരിയാ, കവിത ചേച്ചി ഒരു തന്ത്രശാലി തന്നെയാ. അതാ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ശരിക്കും അവരെ ഒന്ന് വാച്ച് ചെയ്യണം. എന്താ കവിതയുടെ തന്ത്രമെന്നറിയണം. അപ്പച്ചിയുടെ എല്ലാ അടവുകളും പൊളിഞ്ഞു നിൽക്കുക. കമ്പനിയിൽ നിന്നും പുറത്തായി. അപ്പോ കണ്ടെത്തിയ രക്ഷാമാർഗാവും ഈ വിവാഹം. അതെ, അത് നല്ല ഉദ്ദേശത്തോടെ ആവില്ലെന്ന് മാത്രം. എന്നാലും ഒരു വിവാഹം നടക്കുന്നത് വഴി എന്ത് ലക്ഷ്യ കവിത ചേച്ചിക്കുള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ദക്ഷയും കവിതയും പണ്ടേ ഒറ്റക്കെട്ട. 2 ആളും കൂടി ലച്ചുവിനും സഞ്ജുവിനും ഈ കുടുംബത്തിനും എതിരെ എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തിട്ടുള്ളത്? അതെല്ലാം ഇത്ര വേഗം നിങ്ങൾ മറന്നുപോയോ? ഇനി അവർ 2 ആളും കൂടി ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ കൂടി ഒന്നിക്കുകയും കൂടി ചെയ്താ നിങ്ങളുടെ ഈ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? അതെന്താ നിങ്ങൾ ആരും ഓർക്കാത്തെ? എന്തായാലും കവിതയുടെയും ഗൗതമിന്റെയും വിവാഹം നടക്കാൻ പാടില്ല. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അതാ നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടത്. ആദ്യം കവിതയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയണം. പക്ഷേ അതെങ്ങനെ? അത് നമുക്ക് നോക്കാം. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. എന്തു വന്നാലും കവിതയുടെ ഗൂഢലക്ഷ്യം ഞാൻ കണ്ടെത്തും. അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. പിന്നെ എന്താ എങ്ങനെയാ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കുടുംബത്തിന് ദ്രോഹം വരുന്ന കാര്യമാണതെങ്കിൽ ആ വിവാഹം മുടക്കം മുന്നിൽ ഞാനുണ്ടാവും, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താങ്ക് യു. ഒരു ടീ കിട്ടിയ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും ടീയായിട്ടെത്തി. ഇതാണ് ഉത്തമയായ ഭാര്യ, മനസ്സറിയുന്ന ഭാര്യ. ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ? ഞാൻ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. എന്തോരോന്ന് ആലോചിക്കായിരുന്നു? കവിത ഇളയമ്മയുടെ ക്യാരക്ടർ തന്നെ. കവിത ഇളയമ്മ അമ്മ ന്യായീകരിക്കുമ്പോഴൊക്കെ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എന്താ ഒരു പുനർചിന്ത വരാൻ? അമ്മൂന്റെ കാര്യത്തിലുള്ള കവിത ഇളയമ്മയുടെ നിലപാടുകളാ എനിക്ക് രസിക്കാതെ വന്നിട്ടുള്ളത്. അമ്മൂനോട് അവര് പലപ്പോഴും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട്. കവിത ഇളയമ്മയെ സംബന്ധിച്ച് അമ്മു ആരുമല്ല. അവളെ അംഗീകരിക്കേണ്ട ആവശ്യം അവർക്കില്ല. വിവാഹം കഴിക്കാതെ ജീവിച്ചതിന്റെ പ്രശ്നങ്ങളും അവർക്കുണ്ട്. ഈ വീട്ടിലെ കവിത ഇളയമ്മ ഒറ്റപ്പെട്ടൊരു ജീവിതം തന്നെയാ നയിച്ചത്. ആരെയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു മനസ്സാ അപ്പച്ചിടേത്. അത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല, ശരി തന്റെ ഭാഗത്ത് മാത്രമാണെന്ന് ഒരാൾ വിചാരിച്ചാ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കാലത്തും അങ്ങനെയുള്ളവർ നന്നാവില്ല. സദാ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ അധപതനം അവര് മാത്രം അറിയില്ല. ചിരിച്ചു കാണിക്കുന്ന എല്ലാ മുഖങ്ങൾക്കും മറ്റൊരു മുഖമുണ്ട്. ചിരിച്ചു കാണിക്കാത്തവർക്ക് മറ്റൊരു മുഖമില്ല. സ്വന്തം മുഖം അവര് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. അതിലൊരാളാ കവിത ഇളയമെന്നാ എനിക്ക് തോന്നുന്നേ. ഈ വീട്ടിലെ ജെനുവിൻ പേഴ്സൺ കവിത ഇളയമ്മയാ. അവരുള്ള കാര്യം വിളിച്ചു പറയും. അത് തെറ്റ് ചെയ്യാത്തവരെ വേദനിപ്പിക്കില്ലേ? ചിരിച്ചുകൊണ്ട് ശ്വാസം മുട്ടിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. ഇവളെന്താ
മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നു. ഞാൻ പലപ്പോഴും വെട്ടിയായി പോകുന്നൊരു തോന്നൽ. അമ്മുന്റെ ഭർത്താവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞ എന്നെ ഒരാൾ അങ്ങോട്ട് വിളിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോ സഞ്ജുവിന്റെ അമ്മയും അമ്മു അവിടെയുണ്ട്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ബന്ദികളാക്കി വെച്ചപ്പോഴല്ലേ അമ്മയും ലച്ചു അങ്ങോട്ട് പോയത്? അത് ശരി തന്നെ സമ്മതിച്ചാലും എന്തിനു മറ്റൊരു കാര്യം പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് വരുത്തണം? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാനാ? മറുപടികളില്ലാത്ത ഒരു ചോദ്യങ്ങളും ഉണ്ടാവില്ല സഞ്ജു. കുറച്ച് വൈകിട്ടാണെങ്കിലും എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. കാർമേഘങ്ങൾക്ക് എത്ര സമയം ചന്ദ്രനെ മറച്ചു വയ്ക്കാൻ കഴിയും? വളരെ കുറച്ചു സമയം. പിന്നെ ചന്ദ്രൻ പുറത്തു വരും. അതുപോലെ തന്നെയാ എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങള്. ഞാൻ അതിന്റെ കാത്തിരിപ്പില്ല. കവിതാപ്പച്ചിയുടെ വലയില് അവള് വീണെന്ന് തന്നെ കരുതാം. രണ്ട് മനസ്സുകൾക്കിടയിൽ ഒരു മതിലുയരുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ പ്രിയപ്പെട്ട സ്വർണ്ണ ദ്രാവകമേ, ഞാനിന്ന് വളരെ 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 സന്തോഷത്തിലാണ്. ആ സന്തോഷം സ്വയം മറന്ന് എനിക്ക് ആഘോഷിക്കണമെങ്കിൽ അതിന് നീയും വേണം. എനിക്ക് നിന്ന് തൂത്തുലയണം. ഇന്ന് ഞാൻ തിമിർക്കും. ഓക്കെ, എന്താ ചേച്ചി, അത് വേണ്ടേ? വേണം വേണം. ഇന്നല്ലാതെ പിന്നെ എന്നാണടാ ഇതുപോലെ ഒന്ന് ആഘോഷിക്കുന്നത്? നീ ആഘോഷിച്ചോടാ. നിന്റെ ബോധം മറയുന്നത് വരെ നീ ആഘോഷിക്ക്. അപ്പൊ cheers. നമ്മുടെ ഗ്രേറ്റ് ശേഖരമേനോൻ കോമയിലായിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ആ കോമ ഫുൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. തീർന്നു കിട്ടും. ആ, നീ എന്തായാലും ആ മാരണത്തെ പേടിക്കണ്ടല്ലോ. ഏതായാലും ചേച്ചിയുടെ പ്ലാൻ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. എടാ പ്രതാപ, നമ്മുടെ പ്രധാന ശത്രുവിന്റെ ചാപ്റ്റർ അല്ലേ നമ്മൾ ക്ലോസ് ചെയ്തത്? ഇനി നമുക്ക് ശത്രുക്കളില്ല. ഇന്ന് മുതൽ എനിക്കും നിനക്കും അയാളെ പേടിക്കാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഗായത്രി ദേവിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടി ഇനി ആരൊക്കെ കുഴി മാന്താൻ ഇറങ്ങി പുറപ്പെട്ടാലും അവർക്കൊന്നും ഒരു തുമ്പും തെളിവും കിട്ടാൻ പോകുന്നില്ല. എടാ പ്രതാപ, നീ ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയത് കൊണ്ട് അയാള് കോമയിലായത് മാത്രമല്ല നമ്മുടെ പ്രയോജനം. വിശാലിനെയും പാർവതിയെയും എന്നേക്കുമായി വേർപെടുത്താനും നമുക്ക് സാധിച്ചു. കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരുന്നു അത്. ഇപ്പൊ അത് നടന്നു. ഇനി വിശാലിന് ജയിലിൽ തന്നെ ഉറങ്ങുകയും കഴിയാം. പാർവതി ആരോരുമില്ലാതെ ഒരനാഥയെ പോലെ എന്റെ മുന്നിൽ എങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും അത് ഞാൻ കാണും.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലളിതേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചി എന്തോ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക സുശീലേ. വിശാലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്ന മട്ടില ചേച്ചി ഇപ്പൊ സംസാരിച്ചത്. മോനെ വിശാലെ, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയതറിഞ്ഞ് ഞാൻ അവിടെ ഓടിയെത്തിയില്ലേ? നിനക്ക് പകരം എന്നെ അറസ്റ്റ് ചെയ്ത് എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ ഞാൻ ആ SIയോട് പറഞ്ഞില്ലേ? അത് അയാള് കേട്ടില്ലാന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിണ്ടാതിരിക്കായിരുന്നോ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വരികയായിരുന്നു. അതൊന്നും അമേരിക്കയിൽ ഇരിക്കുന്ന ലളിതേച്ചി അറിയുന്നില്ല. അല്ല, ലളിതേച്ചി എങ്ങനെയാ അമേരിക്കയിൽ ഇരുന്ന് നിന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യിപ്പിച്ചത്? അത് വല്യമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്തി. ആ അഡ്വക്കേറ്റ് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോ ആ SI എന്നെ ജയിലിലേക്ക് അയച്ചേനെ. ഏതായാലും വലിയ തട്ടുകേട് കൂടാതെ ബ്രോയിങ് എത്തിയല്ലോ. ഇതെല്ലാം ആളുകളുടെ കണ്ണ. ബ്രോയ്ക്കും പാർവതിക്കും ധാരാളം ദൃഷ്ടിദോഷമുണ്ട്. അതുകൊണ്ട് ആദ്യം ആരതി ഒഴിഞ്ഞത് മാറ്റണം. പാർവതി, നീ ഇത് വാങ്ങി ബ്രോയെ ഒന്ന് ഒഴിയിക്ക്. വേണ്ട, പാർവതി വിശാലിന് ആരതി ഒഴിയണ്ട. ഒരു കണക്കിന് പാർവതിയുടെ പ്രവൃത്തി കാരണമല്ലേ വിശാലിന് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അങ്ങനെയുള്ള പാർവതി കൊണ്ടാണോ ഇത് ചെയ്യിക്കുന്നത്? ആന്റി എന്താ ഈ പറയുന്നത്? ഹലോ ദുശീല ആന്റി, കാര്യം അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത് കേട്ടോ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിശാൽ ബ്രോ ജയിലിൽ പോവാതെ ഇപ്പൊ ഇവിടെ എത്താൻ കാരണം പാർവതിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ കുറെ പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എവിടേക്ക്? അത് 2-3 പേരുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഒരു വാനില ശ്രീകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ശ്രീകുട്ടി എന്ന് പറയുമ്പോ അശ്വതിയുടെ മോളല്ലേ? അതെ. ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വന്നു? അത് എന്റെ ഏട്ടൻ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതാ. വഴിയിൽ നിന്ന് കിട്ടിയ കുട്ടി നന്നായിട്ടുണ്ടല്ലോ. ഇതെന്താ വഴിയിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് കിട്ടാൻ? വല്ല പൂച്ചയെ പട്ടിക്കുഞ്ഞു വല്ലോ ആണ്? സ്ത്രീക്കുട്ടി എന്ന് പറയുമ്പോ ഒരു മനുഷ്യക്കുട്ടിയല്ലേ? നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കുട്ടിയെ വീട്ടിലെങ്ങനെയാ താമസിപ്പിക്കുക? എന്നിട്ട് ആ വിവരം പോലീസിനെ അറിയിച്ചോ?
ഇല്ല. അതെന്താ? അല്ല, അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ആലോചിക്കണമല്ലോ. അപ്പോ അശ്വതി എവിടെയുണ്ടെന്ന് അരുണിനറിയാം? ഇല്ല. അത് വെറുതെ. എവിടെയാ അശ്വതി? ആദ്യം അത് പറയും. സാറേ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പോ ശ്രീകുട്ടിയെ കാണാനില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതൊക്കെ ആദ്യം ഡീറ്റെയിൽസ് പറയും. വീട്ടിൽ എവിടെ വെച്ചാ കുട്ടിയെ കാണാതായത്? ഗേറ്റിനടുത്ത് വെച്ചാ. ഈ രാത്രി ഗേറ്റിനടുത്ത് കുട്ടി എന്തിനു പോയി? ചോദിച്ചതിന് മറുപടി പറയേ. ഗേറ്റിനടുത്ത് ഈ രാത്രി 3-4 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെ പോയി? സാർ, വെറുതെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിൽക്കാതെ മോളെ കണ്ടുപിടിക്കാൻ വേഗം എന്താന്ന് വെച്ചാൽ ഒന്ന് ചെയ്യ്. പോലീസിന്റെ ഡ്യൂട്ടി നീ എന്നെ പഠിപ്പിക്കണ്ട. ഇങ്ങനെ തർക്കിച്ചു നിന്നാ മോളെ അവര് എവിടേക്കെങ്കിലും കൊണ്ടുപോകും. അതിനു മുമ്പ് സാറ് വേഗം ഒന്ന് അന്വേഷിക്കണം, പ്ലീസ്. അന്വേഷിക്കാം. അല്ല, അതെ, അരുൺ എന്നെ ഫോൺ ചെയ്തപ്പോ ഞങ്ങൾ മോളെ തിരക്ക് നടക്കുകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോ ആരാ ഈ കൂടെയുള്ള ഞങ്ങൾ? അത് എന്റെ ഏട്ടനും എല്ലാവരും ശ്രീകുട്ടി തിരക്കി നടക്കുക. വേഗം ശ്രീകുട്ടി രക്ഷിക്കാനുള്ള വഴിയൊന്ന് നോക്കണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ശ്രീകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയെന്ന് അരുൺ പറഞ്ഞ കാര്യങ്ങളിൽ ചില ദുരൂഹതകളുണ്ട്. നമുക്ക് വീണ്ടും കാണാം. അതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഇന്ന് നീ ശ്രീകുട്ടിയെ അശ്വതിയുടെ അടുത്തേക്ക് രഹസ്യമായി മാറ്റിയതാണോ എന്നും എനിക്കൊരു സംശയമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഇപ്പൊ മനസ്സിലായി, അത്രയ്ക്ക് വൃത്തികെട്ടവളാ അശ്വതി. എടാ അരുൺ, അരുൺ, ആവശ്യമില്ലാതെ ഇനി ആ നാവ് നീ വളച്ച നിന്റെ ഈ വൃത്തികെട്ട നാവ് ഞാൻ ചവിട്ടി പിഴുതെടുക്കും. എന്താടി തുറിച്ചു നോക്കുന്നേ? പറ. അരുൺ, മതി. അല്ല, അരുൺ ഇത്രയൊക്കെ കാട്ടിയല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, അരുൺ ഈ രാത്രി ശ്രീകുട്ടിയുമായി ഗേറ്റിനടുത്തേക്ക് എന്തിനാ പോയേ? വ്യക്തമായിട്ടുള്ള മറുപടി ഇല്ല അല്ലേ? അപ്പൊ ഐശ്വര്യ പറഞ്ഞതാ സത്യമല്ലേ? അമ്മ ഇത് തന്നെ പറയാണോ? അരുൺ ഐശ്വര്യ തല്ലിയല്ലോ. ഇവിടെ അരുണാണോ ഐശ്വര്യാണോ അപ്പൊ തെറ്റിയത്? ഇവളെ തല്ലാൻ അരുണിന് എന്ത് അവകാശമുള്ളത്? അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കും. അത് ഞാനല്ല ചെയ്യേണ്ടത്. സ്വന്തം മനസാക്ഷിയോട് അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഈ ആദിയേട്ടനും അമ്മയോ.
അരുണിന് വേണ്ടി ഞാൻ ഐശ്വര്യയോട് മാപ്പ് ചോദിക്കുക. വേണ്ടമ്മേ, സാരമില്ല. അമ്മേ, അമ്മയും ആദ്യേട്ടനെയും പറ്റി അരുൺ എന്താ പറഞ്ഞിട്ട് പോയത്? അത് കേട്ടപ്പോ അമ്മയുടെയും ആദ്യേട്ടന്റെയും മുഖം വല്ലാതാവുന്നത് ഞാൻ കണ്ടു. എന്താ അത്? പറയമ്മേ. അതൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിനാവും പറഞ്ഞതാവും. നീ ചെല്ല്. പറഞ്ഞ കേക്കില്ലേ മോളെ? ചെല്ല്, ചെന്ന് കിടക്ക്. ചെന്ന്. ശരിയമ്മേ. പിന്നെ ഇനി ഇതേ ചൊല്ലി വേറെ പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. ഇവിടെ എല്ലാവരും എന്നിൽ നിന്നും എന്തോ സത്യം ഒളിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഇങ്ങ് വന്നേ. എന്താ അമ്മേ, ഇത്രയും സന്തോഷമുള്ള ഈ ദിവസവും എന്റെ അമ്മയ്ക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ? അത് മോനെ, എന്താണെങ്കിലും പറയമ്മേ. എന്തിനും ഒരു പരിഹാരം വേണ്ടേ? ഇന്ന് ജയിലിൽ നിന്ന് മീനാക്ഷിയുടെ അച്ഛൻ വരില്ലേ മോനെ? പിന്നെ ജയറാമങ്ങള് വരണ്ടേ? അതല്ല മോനെ, വന്ന വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നൊരു പേടി. എനിക്ക് എന്റെ അമ്മയെ പേടി. അതോർത്തൊന്നും എന്റെ അമ്മ പേടിക്കണ്ട. നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു തെറ്റ് ചെയ്തതിന് എന്റെ വല്യമാവനായ ജയരാമനെങ്കിൽ ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുക. പശ്ചാത്തപിക്കുന്ന മനുഷ്യന് മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യരാ ദൈവമേ? എത്ര പെട്ടെന്നല്ലേ മോനെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്താ അമ്മേ? അല്ല, എന്നോട് പ്രതികാരം വീട്ടാൻ വന്ന പെണ്ണ അവള് മീനാക്ഷി. പിന്നെ അവൾ എന്റെ ഓമനയായി, പ്രിയപ്പെട്ടവളായി, ഒടുവിൽ മകളായി. ഇന്നു മുതൽ അവൾക്ക് മറ്റൊരു അവകാശിയുമായി. ഇപ്പോ എനിക്കൊരു സമാധാനമായി, സന്തോഷമായി. അതെന്താ? അല്ല, അവള് പിരിഞ്ഞു പോകുമ്പോ ദേവമ്മ എന്റേത് മാത്രം ആവുമല്ലോ. അമ്പടാ, കൊള്ളല്ലോ നീ. എത്ര വേഗത്തില് അവരൊന്നായത്. അതെ. വാ, പ്രദക്ഷിണം പൂർത്തിയാക്കാം. നിങ്ങള് പ്രദക്ഷിണം പൂർത്തിയാക്കിയോ? ഇല്ല. എങ്കി വാ. നടക്ക. പുഷ്പാഞ്ജലിയുടെ പ്രസാദം വാങ്ങിക്കാം. മീനാക്ഷി, മീനാക്ഷി, ഇത് കൊടുത്ത് വാങ്ങിച്ചോ. വൈശാഖ്, അല്ല, ഇന്ന് വിവാഹ ദിവസമല്ലേ? അതെ തിരുമേനി. നന്നായി വരട്ടെ. ദേവിയുടെ അനുഗ്രഹം അവോളം ഉണ്ടാവും.
പക്ഷേ നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും ചേരേണ്ടവർ തമ്മിലേ ദൈവം കൂട്ടിച്ചേർക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കഴിഞ്ഞോ? കഴിയുന്നു. ഞാൻ ഇപ്പൊ വരാം. ആ ആഹാ. എന്റെ മോള് സുന്ദരിയായിരിക്കുന്നു. എന്റെ മീനാക്ഷി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് കുത്തുന്നത് അതിസുന്ദരിയായിട്ട് വേണം. എല്ലാവർക്കും എന്റെ അഭിമാന സന്തോഷമാണെന്നോ. ഇത്ര സുന്ദരിയായി കുഞ്ഞുമോളെ കാണുമ്പോ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ. മീനാക്ഷി കൊച്ചെന്ന് തീർത്ത് വിളിക്കില്ല മുത്തശ്ശൻ. അത്രയ്ക്ക് പൊന്നോമന മുത്തച്ഛന് മീനാക്ഷി. മകളെ മറ്റൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മാതാപിതാക്കളുടെ ആത്മസന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എണ്ണട്ടെ. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. വിചാരിക്കുന്ന സമയത്ത് കല്യാണം നടക്കാന്ന് വെച്ചാ അതൊരു ഭാഗ്യ. മുജന്മ സുഹൃതെന്ന് മുതിർന്നവർ പറയും. എന്തായാലും ആ ഭാഗ്യം എന്റെ മോൾക്ക് കിട്ടി. ഈ ഭാഗ്യമൊക്കെ നിന്റെ അമ്മയ്ക്കും കിട്ടേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, ആ പാവത്തിന് അതിനൊന്നും വിധിയില്ലാതെ പോയി. ഈ മുഹൂർത്തത്തിന് അവൾക്ക് സാക്ഷിയാവാനും ദൈവം അവസരം കൊടുത്തില്ല. എന്താ പറയാ, ഇങ്ങനെയൊക്കെയാ മനുഷ്യജീവിതം. എന്താ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് അമ്മയോട് തുറന്നു പറ. ഒന്നുമില്ല. അച്ഛനെ കാണാത്തതിൽ ടെൻഷനുണ്ടോ? മോള് വിഷമിക്കണ്ട. നിന്റെ അച്ഛൻ എങ്ങനെയും വരുമെന്ന എന്റെ പ്രതീക്ഷ. അച്ഛൻ വരും. എന്റെ മോളെ അനുഗ്രഹിക്കാൻ ദൈവം ചേട്ടനെ പറഞ്ഞയക്കും. അച്ഛന് ദക്ഷിണ കൊടുത്തേ നീ കതിർമണ്ഡപത്തിലേക്ക് കയറാവൂ. ചേട്ടൻ വന്നാലത്തെ കാര്യം ഓർക്കുമ്പോ ഉള്ളിലൊരു നടുക്കോ. അമ്മ എങ്ങനെ പ്രതികരിക്കുക? ആ സമയം ആവാറായി. വേഗം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം. ശരി മോളെ. ഒരിക്കലും നടക്കില്ലാത്ത കല്യാണമാണിതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ വൈശാഖ് ഇതുവരെ പോവാത്ത എന്താ? അതോ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവൻ കാല് മാറുമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.